ഹായ് ഹലോ മക്കളെ. യെസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആകാശ് സാറാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്, അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് സാർ ആദ്യം പറയാം. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് ആക്ച്വലി. പക്ഷെ ഇതിലെ ചോദ്യങ്ങൾ വരുന്നത് നിങ്ങളെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കിയിട്ടായിരിക്കും. ഓക്കെ, പക്ഷേ അതിൽ നിന്ന് ആ ചോദ്യത്തിൽ നിന്ന് ആവശ്യമായ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ ചാപ്റ്റർ മക്കളെ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ ക്ലാസ് ഇന്ന് പോവുക. നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇക്വേഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തും, അവ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തും. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിലേക്ക് പോകും. ഇതാണ് നമ്മളുടെ രീതി, അല്ലെങ്കിൽ ഇതാണ് വിന്നേഴ്സിന്റെ രീതി. ഓക്കെ അല്ലേ മക്കളെ? യെസ്, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എന്താണ് ഇക്വേഷൻ? ആ ചാപ്റ്ററിന്റെ പേരിൽ തന്നെയുണ്ട് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. പെയേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും സാർ അതിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ദാറ്റ് എക്സ്പ്രസസ് ദ ഈക്വാലിറ്റി ഓഫ് ടു എക്സ്പ്രഷൻസ് യൂസിങ് സൈൻ ഈക്വൽ ടു. രണ്ട് എക്സ്പ്രഷൻസ് തമ്മിലുള്ള ഈക്വാലിറ്റിയെ ഈക്വൽ ടു എന്ന സിമ്പൽ ഉപയോഗിച്ച് കാണിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ സാർ ഇത് എഴുതി കാണിക്കാം, നോക്കുക. 2x + 3 = 5y. മക്കളെ, ഇതൊരു ഇക്വേഷൻ ആണ്. കാരണം ഇവിടെ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ ചിഹ്നം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ചിഹ്നം ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻസ്. ഒരുപാട് ഇക്വേഷൻസിന്റെ എക്സാമ്പിൾ. ഓക്കെ, സാർ ആദ്യം തന്നെ ഇക്വേഷൻസ് നിങ്ങളെ ബോറടിപ്പിക്കുന്നതിന് കാരണം ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, യെസ്, ഇനി സാർ അടുത്തായിട്ട് പറയാൻ പോകുന്നത് വേരിയബിൾസ് ആണ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആൽഫബറ്റ്സ് റെപ്രസെന്റ് ആൻ അൺനോൺ നമ്പർ. നമ്മൾക്കറിയാത്ത സംഖ്യകളെ നമ്മൾ സൂചിപ്പിക്കുന്ന ആൽഫബറ്റ്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് ഫോർ എക്സാമ്പിൾ എക്സ്, വൈ, ഇതെല്ലാം നമ്മൾ ഇക്വേഷൻസിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വേരിയബിൾസ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്ത സംഗതിയിലേക്ക് കടക്കാം. അടുത്ത നോട്ട് ശ്രദ്ധിക്കുക, എല്ലാ മക്കളും ശ്രദ്ധിക്കുക കേട്ടോ. ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലെ വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. അതെന്താണ് മക്കൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഇക്വേഷൻ നമ്മളോട് സോൾവ് ചെയ്യാൻ പറയാണ്. ഫോർ എക്സാമ്പിൾ 2x + 5 = 11 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഓക്കെ, ഇതിന്റെ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സിന്റെ വില, ഇവിടുത്തെ വേരിയബിൾ ആരാ മക്കളെ? എക്സ് ആണ്. എക്സിന്റെ വില കണ്ടുപിടിക്കുക. എങ്ങനെ എക്സിന്റെ വില കണ്ടുപിടിക്കുക? 2x അവിടെ തന്നെ നിർത്തുന്നു, 11 അവിടെ തന്നെ നിർത്തുന്നു. ഈ +5 ഇങ്ങോട്ട് വന്നാൽ -5 മാറും. 2x = 6 എന്ന് കിട്ടും. x = 6/2 ദാറ്റ്സ് ഈക്വൽ ടു 3. മക്കളെ, ഇതാണ് എക്സിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ വില എത്രയാണോ അത് കണ്ടുപിടിക്കുക. ഒരു എക്സാമ്പിൾ ആണ് സാർ കാണിച്ചത്. പക്ഷേ ഈ ചാപ്റ്ററിൽ ഒരു ഇക്വേഷൻ ആയിരിക്കില്ല, ഇതുപോലെ 2 ഇക്വേഷൻസ് നമ്മുടെ കയ്യിൽ തരും. ആ 2 ഇക്വേഷൻസ് ഉപയോഗിച്ച് അതിലെ വേരിയബിൾസിന്റെ ചരങ്ങളുടെ വിലകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ഈ ചാപ്റ്ററിൽ ആകെയുള്ള നമുക്കുള്ളൊരു ടാസ്ക്. ഓക്കെ, ആ ടാസ്ക് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. റെഡി അല്ലേ മക്കളെ? യെസ്, ഒരു എക്സാമ്പിൾ സാർ ഇതേ കാണിക്കാം. യെസ്, അപ്പോൾ ഈ വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് പല തരത്തിലുണ്ട്. ഓക്കെ, പല കണ്ടീഷൻസിലാണ് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക. ഈ നോട്ടൊന്നും എല്ലാ മക്കളും നോക്കിക്കേ. ഏതെങ്കിലും ഒരു വേരിയബിളും അതിൻ്റെ സൈനും ഒരുപോലെ ആണെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കുക. ഓക്കെ മക്കളെ, ഈ നോട്ട് എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് ഒരു വട്ടം കൂടെ സാറൊന്ന് വായിക്കാം. ഏതെങ്കിലും ഒരു വേരിയബിളും അതിൻ്റെ സൈനും ഒരുപോലെയാണെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കുക. ഓക്കെ അല്ലേ മക്കളെ? നമുക്കിത് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക. x + 5y = 22. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. x + 2y = 10. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിലെ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ മക്കളെ? ഇതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് കേട്ടോ. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക.
ഓക്കെ, ഇനി നമ്മളുടെ കണ്ടീഷൻ നോക്കുക. ഇവിടെ എക്സ് എന്ന് പറയുന്നത് സെയിം ആണ്. രണ്ട് ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്, വേരിയബിൾ സെയിം ആണ്. മനസ്സിലായോ? ഇനി അതിൻ്റെ സൈനും സെയിം ആണെങ്കിൽ എക്സിന്റെ സൈൻ പോസിറ്റീവ്, ഇവിടെയും എക്സിന്റെ സൈൻ പോസിറ്റീവ്, സൈനും സെയിം ആണ്. വേരിയബിളും സെയിം ആണ്, സൈനും സെയിം ആണെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ സാറിന്റെ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു തരാൻ പോവാണ്. ശ്രദ്ധിക്കുക കേട്ടോ. എക്സ് പ്ലസ് 5y is equal to 22. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എക്സ് പ്ലസ് 2y is equal to 10. മക്കളെ, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞു സെയിം വേരിയബിൾ സെയിം സൈൻ ആണെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്താ? 1ൽ നിന്ന് 2 കുറയ്ക്കുന്നതാണ്. 1 മൈനസ് 2 ചെയ്യുക, 1 മൈനസ് 2. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എക്സും എക്സും തമ്മിൽ കുറയ്ക്കുകയാണ്, 0. 5y മൈനസ് 2y, 5yയിൽ നിന്ന് 2y കുറച്ചാൽ ബാക്കി 3y ഇസ് ഈക്വൽ ടു 22ൽ നിന്ന് 10 കുറച്ചാലോ 12 എന്ന് കിട്ടും. 3y is equal to 12 and yയുടെ വാല്യൂ y is equal to 12 into 3 നേരെ താഴത്തേക്ക് by 3. സോ y is equal to നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 4. ക്ലിയർ അല്ലേ മക്കളെ? y is equal to 4 എന്ന ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, y കിട്ടി. ഇനി ആരെ കൂടി വേണം നമുക്ക്? എക്സിനെ കൂടി വേണം. സെറ്റ് അല്ലേ? എക്സിനെ കൂടി വേണം. അപ്പോൾ ശ്രദ്ധിക്കുക, y കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പുട്ട് y. നമുക്ക് വൈക്ക് കിട്ടിയ വാല്യൂ എത്ര? 4 അല്ലേ? പുട്ട് y is equal to 4 ഇൻ ഏത് ഇക്വേഷനിൽ കൊടുക്കണം മക്കളെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ കൊടുക്കാം. ഞാൻ ഇക്വേഷൻ 2ൽ കൊടുക്കുകയാണ്, കാരണം ചെറിയ ഇക്വേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് രണ്ടാമത്തെ ഇക്വേഷനാണ്. പുട്ട് y equal to 4 ഇൻ ഇക്വേഷൻ നമ്പർ 2. അടുത്ത സ്റ്റെപ്പ് ഇക്വേഷൻ 2 നിങ്ങൾ എഴുതുക. എക്സ് പ്ലസ് 2y is equal to 10. ഓക്കെ, അതായത് എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെ കൊടുക്കുക, കാരണം എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 4 കൊടുക്കുക, ഇസ് ഈക്വൽ ടു 10. അതായത് എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 10 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 10 പ്ലസ് 8 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 8. സോ എക്സിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടി. മക്കളെ, ഇതാണ് ഈ രണ്ട് ഇക്വേഷൻസിന്റെയും സൊല്യൂഷൻ, അതായത് എക്സിന്റെയും വൈയുടെയും വാല്യൂ. ക്ലിയർ അല്ലേ മക്കളെ? ദേ ഈ ഒരു നോട്ട് അനുസരിച്ചാണ് നമ്മളിത് ഈ എക്സാമ്പിൾ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സാർ യെസ്, അടുത്ത കണ്ടീഷൻ സാർ കാണിക്കുകയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് വൺ. എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഏതെങ്കിലും ഒരു വേരിയബിൾ സെയിം ആണ്, പക്ഷെ എന്ത് ഡിഫറെൻ്റ് ആടാ? സൈൻ ഡിഫറെൻ്റ് ആണെങ്കിൽ, വേരിയബിൾ സെയിമും സൈൻ ഡിഫറൻറ്റുമാണെങ്കിൽ എന്താണ് നമ്മളുടെ കണ്ടീഷൻ എന്ന് നോക്കുക. യെസ്, ഇക്വേഷൻസ് തമ്മിൽ കൂട്ടുക. നമ്മൾ നേരത്തെ ചെയ്ത കാര്യം എന്താ മക്കളെ? അവിടെ നേരത്തെ സെയിം സൈൻ ആയിരുന്നു, സെയിം വേരിയബിൾ ആയിരുന്നു, അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് തമ്മിൽ കുറച്ചു. പക്ഷെ ഇവിടെ സെയിം വേരിയബിൾ ഒക്കെ തന്നെ, പക്ഷേ എന്ത് ഡിഫറെൻ്റ് ആടാ? സൈൻ ഡിഫറെൻറ്റ്. സൈൻ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. അതിൻ്റെ എക്സാമ്പിൾ സാർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എക്സാമ്പിൾ ഒന്ന് നോക്കുക. സിമ്പിൾ വൺ. ഓക്കെ, ശ്രദ്ധിക്കുക. 6x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 300. അതുപോലെ 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 60. ഇവിടെ y സെയിം അല്ലേ? ഒരു y വേരിയബിൾ സെയിം ആണ്, പക്ഷേ ആരാണ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് മക്കളെ? ഇവിടെ വൈയുടെ വാല്യൂ പോസിറ്റീവ്, ഇവിടെ വൈയുടെ വാല്യൂ നെഗറ്റീവ്. ക്ലിയർ അല്ലേ മക്കളെ? സോ സൈൻ ഡിഫറെൻ്റ് ആണ്, വേരിയബിൾ സെയിം ആണ്. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻസ് തമ്മിൽ കൂട്ടുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് മക്കളെ. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുകയാണ് 6x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 300. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എഴുതുകയാണെ 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 60. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുകയാണെ. ഓക്കെ, അപ്പോൾ ഒരേ വേരിയബിൾ ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ അല്ലേ? നമുക്ക് കൂട്ടി നോക്കാം. ഓക്കെ, യെസ്, ഇക്വേഷൻ 1 പ്ലസ് 2 ഇംപ്ലൈസ് 6x പ്ലസ് 3x. മക്കളെ 9x അല്ലേ? 6xും 3xും കൂട്ടിയാൽ 9x ആണ്. ഇനി ഇത് ശ്രദ്ധിക്കുക, y പ്ലസ് മൈനസ് വൈ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഈ y സാർ എഴുതി, കൂട്ടണ്ട പ്ലസ് സാർ എഴുതി, മൈനസ് വൈ എഴുതി. ഓക്കെ, ഇതിൻ്റെ അർത്ഥം y മൈനസ് വൈ എന്നല്ലേ? y മൈനസ് വൈ ഈക്വൽ ടു എന്താ? 0. ഓക്കെ അല്ലേ മക്കളെ? സോ ഇതെന്തായി മാറി? 0 ആയി മാറി. ഈക്വൽ ടു 300 പ്ലസ് 60, ദാറ്റ്സ് ഈക്വൽ ടു 360. 9x ഈക്വൽ ടു 360 ആണെങ്കിൽ വാട്ട് അബൌട്ട് x മക്കളെ? x is equal to 360 by 9, that's equal to x equal to
യെസ് 40 എന്ന ആൻസറിലേക്ക് നമ്മൾ എത്തും. ക്ലിയർ ആണോ മക്കളെ? കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ടാസ്ക് കഴിഞ്ഞിട്ടില്ല. എക്സിന്റെ വാല്യൂ മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമുക്ക് വൈയുടെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. സോ അടുത്ത സ്റ്റെപ്പ് എന്താ? പുട്ട്, മറക്കരുത്, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 40 ഇൻ ഇക്വേഷൻ നമ്പർ. ഏത് ഇക്വേഷൻ വേണമെങ്കിലും കൊടുക്കാം. സാധാരണഗതിയിൽ നമ്മൾ നെഗറ്റീവ് ഇല്ലാത്ത ഇക്വേഷൻസിലാണ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. കൊടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. 6x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 300. അതായത് 6 ഇൻറ്റു എക്സിന് പകരം 40 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 300. ക്ലിയർ? 6 ഇൻറ്റു 40 240 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 300. ദെൻ വൈ ഇസ് ഈക്വൽ ടു 300 പ്ലസ് 240 അങ്ങോട്ട് പോയാൽ മൈനസ് 240. സോ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 60. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ്. അപ്പോൾ ഇതാണ് സംഗതി. വളരെ വളരെ ഈസിയാണ്. 2 കണ്ടീഷൻസ് നമ്മൾ നോക്കി, അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് പോവാണ്. അടുത്ത കണ്ടീഷൻ വായിക്കുന്നതിന് മുന്നായിട്ട് മക്കള് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ പഠിച്ച് നല്ലപോലെ തറവാക്കുക. യെസ്, ഇതാണ് നമ്മളുടെ അടുത്ത കണ്ടീഷൻ. ഓക്കെ, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, പക്ഷെ എല്ലാം സാർ ഇപ്പൊ തന്നെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സാർ ഈ കണ്ടീഷനോട് കൂടി നിർത്തുകയാണ്. ബാക്കിയെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും കേട്ടോ. ഓക്കെ, ഈ നോട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു വേരിയബിൾ സെയിം അല്ലെങ്കിൽ, ഇത്രയും നേരം നമ്മൾ ചെയ്ത ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സെയിം ആയിരുന്നു അല്ലെ? ഒന്നില്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരുന്നടാ? സെയിം ആയിരുന്നു. പക്ഷേ ഇനി വരുന്ന എക്സാമ്പിളിൽ വേരിയബിൾ സെയിം ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വേരിയബിൾ സെയിം അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വേരിയബിൾ സെയിം അല്ലെങ്കിൽ നമ്മൾ വേരിയബിൾ സെയിം ആക്കുന്നു. വേരിയബിൾ സെയിം ആക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഇത് എക്സാമ്പിൾ സാർ കാണിക്കാം. സാർ എടുത്ത് എഴുതാണ് 2x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 19. 2x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 19. ക്ലിയർ? നെക്സ്റ്റ് വൺ നോക്കുക. എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു -4. ഓക്കെ ആണോ മക്കളെ? ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. യെസ്, എല്ലാ മക്കളും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2x, ഇവിടെ എക്സ് സെയിം അല്ല. ഇവിടെ 5y, ഇവിടെ 2y, y സെയിം അല്ല. അപ്പൊ എന്താണ് സംഗതി? നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ സെയിം ആക്കണം. ഒന്നില്ലെങ്കിൽ എക്സ് സെയിം ആക്കണം, അല്ലെങ്കിൽ വൈ സെയിം ആക്കണം. ഓക്കെ, ഇവിടെ എക്സ് സെയിം ആക്കാനാണ് ഏറ്റവും എളുപ്പം. കാരണം ഇവിടെ 2x ആണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ 2x ആക്കാം. എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ എക്സിനെ മാത്രം 2 കൊണ്ട് ഗുണിച്ചാൽ പോരാ, ഈ മൊത്തം ഇക്വേഷൻ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. സിമ്പിൾ. അപ്പൊ ഞാൻ ഇക്വേഷൻ നമ്പർ 2 മാത്രം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇക്വേഷൻ 2 ഇൻറ്റു 2. ഇക്വേഷൻ 2 ഇൻറ്റു 2. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഇവനാണ് ഇക്വേഷൻ 2ൽ ആദ്യത്തെ ആള്. എക്സ് ഇൻറ്റു 2 2x ആണ്. മൈനസ്, ശ്രദ്ധിക്കാം കേട്ടോ. അടുത്ത ആളെ നോക്കിയേ, -2y ആണ്. -2yനെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? -4y. സോ സാർ എഴുതുകയാണെ -4y ഇസ് ഈക്വൽ ടു -4 ഇൻറ്റു 2. -4 2 കൊണ്ട് ഗുണിക്കുകയാണേ. -4 2 കൊണ്ട് ഗുണിച്ചാൽ -8. ഓക്കെ, അപ്പൊ സാർ -8 ഇവിടെ എഴുതാണേ. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, 3. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എഴുതി. ഇക്വേഷൻ നമ്പർ 2 നമുക്കിനി വേണ്ട, ഇവനെ നമുക്കിനി ആവശ്യമില്ല. കാരണം ഇവനെ നമ്മൾ മാറ്റി ഇക്വേഷൻ നമ്പർ 3 എഴുതി. ഇനി ശ്രദ്ധിക്കാം കേട്ടാ. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതുകയാണ്. 2x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 19. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 3 ഇതിന്റെ താഴെ എഴുതട്ടെ. 2x മൈനസ് 4y ഇസ് ഈക്വൽ ടു -8. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ അല്ലേ മക്കളെ? 2 ഇക്വേഷൻസ് നമ്മുടെ കയ്യിലില്ലേ? എന്ത് ചെയ്യണം? കൂട്ടണോ കുറയ്ക്കണോ തീരുമാനിക്കണം. അപ്പൊ നോക്കുക, ഇവിടെ 2x ആണ്, വേരിയബിൾ സെയിം ആണ്. അവരുടെ ചിഹ്നോ സെയിം ആണെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കണം. മറക്കരുത്, കുറയ്ക്കണം. നമ്മുടെ നോട്ട് 1. ഓക്കെ, ഓർക്കട്ടോ. അപ്പോൾ 2x നിന്ന് 2x കുറയ്ക്കുക. സാർ എഴുതുകയാണ് 1 - 3. ഇക്വേഷൻ 1 നിന്ന് 3 കുറയ്ക്കുകയാണ്. 2x - 2x 0 പ്ലസ്, ശ്രദ്ധിക്കാം കേട്ടോ, 5y നിന്ന് കുറയ്ക്കുകയാണ്. കുറയ്ക്കാനുള്ള മൈനസ് ആണ് ഇത്. -4y കുറയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക, ഈക്വൽ ടു 5y - -4y, അതായത് 5y + 4y ദാറ്റ്സ് ഈക്വൽ ടു 9y. ഓക്കെ അല്ലേ മക്കളെ? 2 മൈനസ് പ്ലസ് ആയിട്ട് മാറി. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 9y. 9y ഈസ് ഈക്വൽ ടു 19
19 ശ്രദ്ധിക്കുക, 19 നിന്ന് കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? -8 കുറയ്ക്കണം. ഇതുപോലെ എഴുതി ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോകാതെ രക്ഷപ്പെടാം. ഓക്കെ, യെസ്, ഈക്വൽ ടു 19 മൈനസ് മൈനസ് പ്ലസ് ആയി, +8 is equal to 27 ഗൈസ്. 27 is equal to 27 കിട്ടി. സോ 9y is equal to 27 ആണെങ്കിൽ വൈയുടെ വാല്യൂ 27/9 ഈക്വൽ ടു 3. വൈയുടെ വാല്യൂ കിട്ടി. കഴിഞ്ഞോ? നിർത്തരുത്, എക്സിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, ആ സ്റ്റെപ്പ് എന്താ മക്കളെ? മറക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പുട്ട് ഓർത്താൽ മതി. പുട്ട് y is equal to 3 ഇൻ ഇക്വേഷൻ നമ്പർ. ഏത് ഇക്വേഷൻ കൊടുക്കണം മക്കളെ? സാർ പറഞ്ഞു മൈനസ് ഇല്ലാത്ത ഇക്വേഷനിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാർ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണേ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. അടുത്ത സ്റ്റെപ്പ് ഏത് ഇക്വേഷനിലാണോ കൊടുത്തത് ആ ഇക്വേഷൻ എടുത്ത് എഴുതുക. 2x + 5y is equal to 19. ഓക്കെ ആണോ? 2x + 5 into y-യുടെ സ്ഥാനത്ത് 3 is equal to 19. 2x + 15 is equal to 19 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? 2x അതുപോലെ തന്നെ എഴുതാം, 19 അതുപോലെ തന്നെ എഴുതാം. +15 ഇങ്ങോട്ട് വന്നാൽ -15 ആയി മാറി. സോ 2x is equal to നമുക്ക് കിട്ടുന്ന ആൻസർ 4 ആണ്. ആൻഡ് x is equal to 4/2, x is equal to 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മക്കളെ, ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, ഇനി നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10 ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് കാണാം. പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 1 എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. ഓക്കെ, 1100 രൂപയ്ക്ക് പ്രിയ ഒരു പെയർ ചെരുപ്പും അതുപോലെ തന്നെ ബാഗും വാങ്ങിച്ചു. ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ സ്ലിപ്പേഴ്സ്. ഓക്കെ അല്ലേ മക്കളെ? ബാഗിന് സ്ലിപ്പേഴ്സിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ഓക്കെ അല്ലേ? Yes, what is the price of slippers? What is the price of the bag? ഓക്കെ, സ്ലിപ്പേഴ്സിന്റെ വില എന്താണ്, ബാഗിന്റെ വില എന്താണ്, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലുത്, അതായത് ഏറ്റവും കൂടുതൽ വിലയുള്ളത് ബാഗിനാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് സാറെ കാണിച്ചോളൂ. യെസ്, അപ്പോൾ നമ്മൾ ആൻസേഴ്സിലേക്ക് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്, ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ വലുത്, അതായത് ഏറ്റവും വിലയുള്ളത് ബാഗിനാണ്. അപ്പോൾ നമ്മൾ പ്രൈസ് ഓഫ് ബാഗ് is equal to x എന്ന് എടുക്കുകയാണ്. പ്രൈസ് ഓഫ് ബാഗ് is equal to x, വലുതായതുകൊണ്ട് കേട്ടോ. ഇനി പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ്, ചെരുപ്പിൻ്റെ വില നമ്മൾ y എന്ന് എടുക്കുകയാണ്. ചെരുപ്പിൻ്റെ വില y. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ സ്ലിപ്പേഴ്സ്. അതിന് മുന്നേ പ്രിയ ബോട്ട് ബാഗ് ആൻഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബാഗിൻ്റെയും ചെരുപ്പിൻ്റെയും വിലകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 1100 കിട്ടും. അതായത് ബാഗിൻ്റെ വില x ആണ്, പ്ലസ് സ്ലിപ്പേഴ്സ് ചെരുപ്പിൻ്റെ വില y ആണ്. x + y = 1100. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 2ലേക്ക് കിടക്കാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ സ്ലിപ്പേഴ്സ്. സ്ലിപ്പേഴ്സിനേക്കാളും 300 രൂപ കൂടുതലാണ് ബാഗിൻ്റെ വില. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. സപ്പോസ് ഇപ്പോൾ ഇത് ബാഗ്, ഇത് സ്ലിപ്പേഴ്സ്. ബാഗിൻ്റെ വില സപ്പോസ് 500 ആണെങ്കിൽ സ്ലിപ്പേഴ്സിൻ്റെ വില എത്രയായിരിക്കും? 200 ആയിരിക്കും. കാരണം സ്ലിപ്പേഴ്സിൻ്റെ വിലയേക്കാൾ 300 കൂടുതലാണ് ബാഗിൻ്റെ വില. അപ്പോൾ നമുക്കറിയാം ഇത് തമ്മിൽ കുറച്ച് എത്രയാണ് കിട്ടുക? 300 ആണ് കിട്ടുക അല്ലേ? അപ്പോൾ ആക്ച്വൽ ബാഗിൻ്റെ വില x ആണ്, ആക്ച്വൽ സ്ലിപ്പേഴ്സിൻ്റെ വില y ആണ്. അത് തമ്മിലും കുറച്ചാൽ എത്ര കിട്ടും ഗൈസ്? 300 കിട്ടും. സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. മനസ്സിലായല്ലോ? x - y is equal to 300. ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ മക്കളെ? 2 ഇക്വേഷൻസ് ആയി. ഇനി നമുക്കിവിടെ സോൾവ് ചെയ്യാം. മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം ഈ ഇക്വേഷൻ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തമ്മിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്താണ് കാരണം എന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, കാരണം ഇവിടെ സെയിം വേരിയബിൾ x വന്നിട്ടുണ്ട്, y വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? 2 വേരിയബിൾസ് സെയിം ആണ്. എക്സിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, വൈയുടെ ചിഹ്നം പോസിറ്റീവും നെഗറ്റീവും ആണ്. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ഇക്വേഷൻസ് തമ്മിൽ കൂട്ടുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 1 + 2 ചെയ്യുകയാണേ. ഇക്വേഷൻ 1 + 2 ഇംപ്ലൈസ് എക്സും കൂട്ടിയാൽ 2x. ഇനി
വൈ പ്ലസ് മൈനസ് വൈ 0 ആയിട്ട് മാറും, ഈക്വൽ ടു 1100 പ്ലസ് 300 1400. ക്ലിയർ ആണോ മക്കളെ? 2x ഇസ് ഈക്വൽ ടു 1400 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1400/2, എക്സ് ഇസ് ഈക്വൽ ടു 700. ക്ലിയർ ആണോ മക്കളെ? എക്സിന്റെ വില കിട്ടി, നിർത്തരുത്, വൈയുടെ വില കാണണം, സ്ലിപ്പേഴ്സിന്റെ വില കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുട്ട് എക്സ്, മറക്കരുത് സ്റ്റെപ്പ്, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 700 ഇൻ ഏതെങ്കിലും ഇക്വേഷൻ. ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ആണ്, ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതുന്നു. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1100. എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ വാല്യൂ 700 കൊടുക്കുക. 700 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1100. y is equal to 1100 പ്ലസ് 700 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 700 ആയിട്ട് മാറും. സോ y is equal to നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര? 400 മക്കളെ. സോ ഫൈനൽ ആൻസർ നിങ്ങൾ എടുത്ത് എഴുതണം. പ്രൈസ് ഓഫ് ബാഗ് x is equal to 700 ആൻഡ് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് y is equal to 400. കണ്ടോ, അവർ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 300 രൂപയുടെ വ്യത്യാസമുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം. സെറ്റ് അല്ലേ? നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ. യെസ്, രണ്ടാമത്തെ ചോദ്യം. മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. സം ഓഫ് ടു നമ്പേഴ്സ് നമുക്കറിയില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് അതിനെ വേരിയബിൾസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ വേരിയബിൾസ് ആയിട്ട് എടുക്കുകയാണ്. ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ്, സെക്കൻഡ് നമ്പർ ഇസ് ഈക്വൽ ടു വൈ. രണ്ട് നമ്പേഴ്സിനെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ എക്സ് എന്നും രണ്ടാമത്തെ നമ്പർ വൈ എന്നും എടുക്കുകയാണ്. ഇനി അതിൻ്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 26 ആണ്. രണ്ട് സംഖ്യയും കൂട്ടിയാൽ കിട്ടുന്നത് 26 ആണ്. തുക ഈക്വൽ ടു 26. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ, എക്സും വൈയും കൂട്ടിയാൽ കിട്ടുന്നത് 26. ഇക്വേഷൻ നമ്പർ 1 നമ്മുടെ കയ്യിലായി. ഇനി രണ്ട് സംഖ്യകളും കുറച്ചാൽ കിട്ടുന്നത് എത്രയാ? 4 ആണ്. അപ്പോൾ ഞാൻ അത് എഴുതുകയാണേ. ഡിഫറൻസ്, വ്യത്യാസം ഈക്വൽ ടു 4. രണ്ട് സംഖ്യകളും കുറച്ചാൽ കിട്ടുന്നത് 4 ആണെങ്കിൽ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് 4 എന്ന് എഴുതാം. കിട്ടിപ്പോയി ഇക്വേഷൻ നമ്പർ 2. ഇനി രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26 ഇക്വേഷൻ നമ്പർ 1 ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് നമ്മൾ നേരത്തെ ഇതുപോലെ കൂട്ടാം. 1 പ്ലസ് 2 ചെയ്യാണ് ഈക്വൽ ടു എക്സും എക്സും കൂട്ടിയാൽ 2x, വൈ മൈനസ് വൈ കൂട്ടിയാൽ 0, 26 പ്ലസ് 4 30. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ സാർ എഴുതാണ് 2x ഇസ് ഈക്വൽ ടു 30 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 30 ഇൻറ്റു 2 നേരെ താഴേക്ക് 30/2. സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് 15 എന്ന ആൻസർ കിട്ടി. എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് നമ്പർ നമുക്ക് കിട്ടി. ഇനി വൈ കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് മറക്കരുത്. പുട്ട് എക്സ് ഈക്വൽ ടു 15 ഇൻ ഇക്വേഷൻ നമ്പർ, ഏത് ഇക്വേഷൻ വേണമെങ്കിൽ കൊടുക്കാം. നെഗറ്റീവ് ഇല്ലാത്ത ഇക്വേഷനിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതുന്നു. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 26. എക്സിൻ്റെ വാല്യൂ 15 കൊടുക്കുക. 15 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 26. സോ വൈയുടെ വാല്യൂ 26 പ്ലസ് 15 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 15. സോ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് ഇടുന്ന ആൻസർ 11. ഓക്കെ, സോ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 15, വൈ ഇസ് ഈക്വൽ ടു 11. സോ ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 15 എന്ന് എഴുതാം. സെക്കൻഡ് നമ്പർ വൈ ഇസ് ഈക്വൽ ടു 11 എന്ന് ഫൈനൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ആൻസർ ആയി. എളുപ്പമല്ലേ ചോദ്യം? ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പലതവണ എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് സൈഡ്സ്. മക്കളെ ശ്രദ്ധിക്കുക, പേജ് നമ്പർ 10 മൂന്നാമത്തെ ചോദ്യം. നമുക്കൊരു റെക്ടാംഗിൾ നോക്കാം. ഇതൊരു റെക്ടാംഗിൾ ആണ്. ഈ റെക്ടാംഗിളിന് ലെങ്ത് കാണും അല്ലേ? ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും, നീളവും വീതി ഉണ്ടാവും. ഞാൻ ലെങ്ത്തിനെ എല്ലെന്നും ബി എന്നും ജസ്റ്റ് കാണിച്ചു, പക്ഷെ എല്ല് ബി എന്നല്ല നമ്മൾ എടുക്കുക. ശ്രദ്ധിക്കുക, ലെങ്ത് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. ലെങ്ത് ഇസ് ഈക്വൽ ടു എക്സ്, നീളം ഇസ് ഈക്വൽ ടു എക്സ്. ബ്രെഡ്ത്ത് വീതി ഈക്വൽ ടു ഞാൻ വൈ എന്ന് എടുക്കുകയാണ്. ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു വൈ.
ഓക്കെ, നമ്മുടെ കണ്ടീഷൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ഇതുപോലൊരു കീവേഡ് ഉറപ്പായിട്ടുണ്ടാവും. ആ കീവേഡിൽ നിന്ന് നമ്മളുടെ ഇക്വേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾക്കുള്ള ടാസ്ക്. ഓക്കെ, അപ്പോൾ ദ വൺ സൈഡ് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ എന്ന് പറഞ്ഞാൽ ഈ നീളം വീതിയേക്കാൾ 8 കൂടുതലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നായിട്ട് നമുക്ക് പെരിമീറ്റർ എന്ന് പറയുന്ന ക്ലൂ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഉണ്ടെങ്കിൽ ഓർത്തോ മക്കളെ, അത് നമ്മൾക്കുള്ള വലിയൊരു ക്ലൂ ആണ്. പെരിമീറ്റർ ചുറ്റളവ് ഈക്വൽ ടു 40 തന്നിട്ടുണ്ട് ചോദ്യത്തില്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്ററിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് ഈക്വൽ ടു 40 എന്ന് എഴുതാം. അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 40 ഇൻറ്റു 2 നേരെ താഴേക്ക് ബൈ 2 ആയിട്ട് മാറുന്നു. സോ എൽ പ്ലസ് ബി ഈക്വൽ ടു 40ന്റെ പകുതി 20 എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ മക്കളെ? ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലടാ, എക്സ് എന്ന് കൊടുക്കുക, പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വൈ അല്ലേ, വൈ എന്ന് കൊടുക്കുക, ഈക്വൽ ടു 20. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആണോ മക്കളെ? ഇനി ഇക്വേഷൻ നമ്പർ 2 ലിങ്ക് ആണ് ആ രണ്ടാമത്തെ സെന്റൻസ്. വൺ സൈഡ് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. അതായത് നീളം എക്സ് വീതിയേക്കാൾ എത്ര കൂടുതലാ? 8 കൂടുതലാ. സോ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ ശ്രദ്ധിക്കുക. ലെങ്ത് ഈസ് 8 സെന്റിമീറ്റർ മോർ ദാൻ ബ്രെഡ്ത്ത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം, മോർ ദാൻ ബ്രെഡ്ത്ത്. സോ ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. ശ്രദ്ധിക്കുക, ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വൈ, തമ്മിലുള്ള വ്യത്യാസം അതാണ് ആക്ച്വലി ഈ കാണുന്ന 8. സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? 2 ഇക്വേഷൻ നമ്മുടെ കയ്യിലായില്ലേ മക്കളെ? ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 1. ഇനി സോൾവ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മൾ സോൾവ് ചെയ്യാണ്. ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 20, ഇക്വേഷൻ നമ്പർ 1. ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ തമ്മിൽ കൂട്ടുക, എക്സും എക്സും കൂട്ടിയാൽ 2x. വൈ പ്ലസ് മൈനസ് വൈ 0. പലതവണ സാറ് പറഞ്ഞു എങ്ങനെയാ 0 വന്നതെന്ന്. 20 പ്ലസ് 8 28 ആണ്. 2x is equal to നമുക്ക് കിട്ടുന്ന ആൻസർ 28. സോ x is equal to 28 by 2, x equal to 14. മക്കളെ, ഇതിന്റെ നീളം എത്രയാണ്? ലെങ്ത് 14 ആണ്. അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം, ഒരു വേരിയബിൾ x കിട്ടിക്കഴിഞ്ഞാൽ x ഈക്വൽ ടു 14 ആണെങ്കിൽ പുട്ട് x ഈക്വൽ ടു 14 ഇൻ ഏത് ഇക്വേഷന് കൊടുക്കണം മക്കളെ? ഇക്വേഷൻ 1 തന്നെ കൊടുക്കാം, അതാണ് എളുപ്പം. ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എടുത്ത് എഴുതുക. ഇക്വേഷൻ 1 ഇംപ്ലൈസ് എന്താ മക്കളെ? ഇക്വേഷൻ 1 എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 20. ഇനി എക്സിന്റെ സ്ഥാനത്ത് 14 കൊടുക്കുക. 14 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 20. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 20 അതുപോലെ തന്നെ എഴുതുക. പ്ലസ് 14 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 14. വൈ ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. എക്സ് ഇസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ. ഓക്കെ ആണോ മക്കളെ? സോ ലെങ്ത് നമുക്ക് എത്ര കിട്ടിയടാ? ലെങ്ത് എക്സ് ഈക്വൽ ടു 14. ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി y ഇസ് ഈക്വൽ ടു 6. ഇതാണ് നമ്മളുടെ ആൻസർ. സെന്റിമീറ്റർ യൂണിറ്റ് കൂടി എഴുതിയാൽ കഴിഞ്ഞു നമ്മളുടെ ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 4ാമത്തെ ചോദ്യം ഓൺ സ്ക്രീൻ. മക്കളെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ വയർ 3.5 meters long ഈസ് ടു ബി കട്ട് ഇൻ ടു 2 pieces. ഒരു വയർ, അതിൻ്റെ ലെങ്ത് 3.5 meters ആണ്, 3.5 meter ആണ്. അതിനെ നമുക്ക് 2 കഷ്ണങ്ങളാക്കി മുറിക്കണം. വിത്ത് 1 piece bent to a square and the other into equilateral triangle. ഒന്ന് നമുക്ക് മടക്കി ഒരു സ്ക്വയറും രണ്ടാമത്തെ കഷ്ണം മടക്കി ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളും ഫോം ചെയ്യണം. ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. രണ്ടിൻ്റെയും നീളങ്ങൾ തുല്യമാണ്, വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണെങ്കിൽ ഹൗ ഷുഡ് ദ വയർ ബി കട്ട്? എങ്ങനെ നമ്മൾ വയർ കട്ട് ചെയ്യണം? എത്ര അളവിൽ വയർ കട്ട് ചെയ്യണം എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ പോവാണ്ട. ശ്രദ്ധിച്ച് കേൾക്കാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണെന്നറിയാം അല്ലേ? 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 3 × 100 300 സെന്റിമീറ്റർ ആണെന്നറിയാം. 3.5 മീറ്റർ എന്ന് പറഞ്ഞാലോ അതിനോടൊരു 50 കൂട്ടിയാൽ മതി, 350 സെന്റിമീറ്റർ ആണ് 3.5 മീറ്റർ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ശ്രദ്ധിക്കുക, ഇതാണ് നമ്മളുടെ വയറിൻ്റെ കഷ്ണം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 350 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 3.5 മീറ്റർ 350 സെന്റിമീറ്റർ ആണ്. ഇതിനെ നമ്മൾ 2 കഷ്ണങ്ങളാക്കി മുറിച്ചു. ഈ ഒരു കഷ്ണം ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കി? ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം ഉണ്ടാക്കി.
അതുപോലെ ഈ ഒരു കഷ്ണം ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കി, ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം ഉണ്ടാക്കി. ക്ലിയർ അല്ലേ മക്കളെ? രണ്ട് കഷ്ണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരു സ്ക്വയറും ഈക്വിലാറ്ററൽ ട്രയാങ്കിളും ഫോം ചെയ്തു. രണ്ടിൻ്റെയും ലെങ്ത്തുകൾ സെയിം ആണ്, രണ്ടിൻ്റെയും വശങ്ങൾ സെയിം ആയതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ വശങ്ങളും എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അതിൻ്റെ വശവും എക്സ് ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ എല്ലാം എക്സ് ആയിരിക്കും. കാരണം ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണമാണ്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഇനി എല്ലാ മക്കളും നോക്കുക, ഈ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആയിരിക്കും ഈ വയറിൻ്റെ ലെങ്ത്ത്. ശ്രദ്ധിച്ച് കേൾക്കാട്ടാ, ഈ വയറിൻ്റെ ലെങ്ത്ത് ആയിരിക്കും ഈ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്നത് ഈ വയറിൻ്റെ ലെങ്ത്ത് ആയിരിക്കും. ക്ലിയർ ആണോ മക്കളെ? അതായത് ഇതിനെ ഞാൻ എഴുതുകയാണ്, പെരിമീറ്റർ ഓഫ് സ്ക്വയർ സമചതുരത്തിൻ്റെ ചുറ്റളവ് പ്ലസ്, ഇനി പെരിമീറ്റർ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ രണ്ട് ചുറ്റളവുകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വയറിൻ്റെ ലെങ്ത്, അതായത് 350 കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഒന്നുകൂടെ സാറ് പറയാം. ഈ കഷ്ണമാണ് ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ, ഈ കഷ്ണത്തിൻ്റെ ലെങ്ത്, അത് പ്ലസ് ഈ കഷ്ണത്തിൻ്റെ ലെങ്ത് ആണ് ഇതിൻ്റെ പെരിമീറ്റർ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലെങ്ത് 350 സെൻറ്റിമീറ്റർ കിട്ടും. ഇതിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഫോം ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയറിൻ്റെ ഒരു വശം എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4x ആണ്. അല്ലെങ്കിൽ ചുറ്റും എത്ര എക്സ് ഉണ്ട് നോക്കിയാൽ മതി, 4 4x പ്ലസ് പെരിമീറ്റർ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ഇതിന് ചുറ്റും എത്ര എക്സുകൾ ഉണ്ടെന്ന് നോക്കുക. 1 2 3 3x, 4x പ്ലസ് 3x കിട്ടിപ്പോയി, ഈക്വൽ ടു 350 ആണ്. 4x 3x കൂട്ടിയാൽ 7x ഇസ് ഈക്വൽ ടു 350 ആൻഡ് x ഇസ് ഈക്വൽ ടു 350 ഇൻറ്റു 7, നേരെ താഴേക്ക് പോയാൽ ബൈ 7. സോ x ഇസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? x ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടി ഗൈസ്. എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്കിത് പെരിമീറ്റർ ഓഫ് സ്ക്വയർ കാണാം. പെരിമീറ്റർ ഓഫ് സ്ക്വയർ സമചതുരത്തിൻ്റെ ചുറ്റളവ് ഈക്വൽ ടു എന്താണ് ഗൈസ്? 4x ആണ്. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 4 ഇൻറ്റു 50 എന്ന് കൊടുക്കാം. 200 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 2 മീറ്റർ. സെറ്റല്ലേ മക്കളെ? ഇനി പെരിമീറ്റർ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ മക്കളെ? 3x ആണ്. 3x ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 50, 150 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ എന്ന് കിട്ടും. 1.5 മീറ്റർ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് അല്ലേ മക്കളെ? സോ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്ര കിട്ടിയടാ? ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ് അല്ലെങ്കിൽ ആദ്യത്തെ കഷ്ണത്തിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്ര കിട്ടും? 2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. ഇനി ഈ കഷ്ണത്തിൻ്റെ നീളം നമുക്ക് എത്ര കിട്ടും? 1.5 മീറ്റർ എന്ന് കിട്ടും. 2ഉം 1.5യും കൂട്ടിയാൽ ടോട്ടൽ 350 അല്ലെങ്കിൽ 3.5 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? സോ ആദ്യത്തെ കഷ്ണത്തിൻ്റെ നീളം 2 മീറ്റർ, രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളം 1.5 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ മക്കളെ, നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ എ ക്ലാസ് ദർ ആർ 4 more ഗേൾസ് ദാൻ ബോയ്സ്. ഒരു ക്ലാസ്സിൽ ഗേൾസിൻ്റെ എണ്ണം കൂടുതലാണ് ബോയ്സിനേക്കാൾ 4 എണ്ണം കൂടുതലാണ് ഗേൾസിൻ്റെ എണ്ണം. ഓൺ എ ഡേ വെൻ ഓൺലി 8 ബോയ്സ് വെർ ആബ്സെൻറ്റ്. ഓക്കെ, 8 ബോയ്സ് ആബ്സെൻ്റ് ആയ ദിവസം ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. അന്നത്തെ ദിവസത്തെ ഗേൾസിൻ്റെ എണ്ണം, പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 2 ഇരട്ടിയായിരുന്നു. ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ്. ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഗേൾസ് ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആൻസേഴ്സിലേക്ക് കടക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സിലെ ഗേൾസിൻ്റെ എണ്ണോ ബോയ്സിൻ്റെ എണ്ണോ ഞാനൊരു ബോക്സ് ഉപയോഗിച്ച് എഴുതാം കേട്ടോ. എല്ലാ മക്കളും ഈ ബോക്സ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ,
ഇത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഇപ്പോഴത്തെ ഗേൾസിൻ്റെ എണ്ണം ഈ കോളത്തിലും ബോയ്സിൻ്റെ എണ്ണം നെക്സ്റ്റ് കോളത്തിലുമായിട്ടാണ് സാറ് കൊടുക്കുന്നത് കേട്ടോ. പ്രസൻറ്റ് ഇപ്പോഴത്തെ ഗേൾസ് ബോയ്സ് എണ്ണം. ഇപ്പോഴത്തെ ഗേൾസിൻ്റെ എണ്ണം എക്സ് ആയിട്ടാണ് സാർ എടുക്കുന്നത്. ഇപ്പോഴത്തെ ബോയ്സിൻ്റെ എണ്ണം വൈ ആയിട്ടാണ് സാർ എടുക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെയിൽ ഇപ്പോഴത്തെ ഗേൾസിൻ്റെ എണ്ണം എക്സ്, ഇപ്പോഴത്തെ ബോയ്സിൻ്റെ എണ്ണം വൈ. സാധാരണ ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം എക്സും വൈ എന്ന് എടുത്തു കേട്ടോ. ഇനി നമ്മളോട് പറഞ്ഞത് 8 ആൺകുട്ടികൾ ആബ്സെൻ്റ് ആയ ദിവസം. വെൻ 8 ബോയ്സ് വേർ ആബ്സെൻറ്റ്. 8 ആൺകുട്ടികൾ മുടങ്ങിയ ദിവസം. അന്നത്തെ ദിവസം ആലോചിച്ച് നോക്കുക. അന്ന് 8 ആൺകുട്ടികളാണ് മുടങ്ങിയത്. പെൺകുട്ടികളുടെ എണ്ണത്തിൽ യാതൊരു മാറ്റമില്ല, പെൺകുട്ടികളെല്ലാം പ്രസൻ്റ് ആയിരുന്നു. സോ അന്നത്തെ ഗേൾസിൻ്റെ എണ്ണം എക്സ് തന്നെ വരും. ഇനി അന്നത്തെ ബോയ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ സാധാരണ നമ്മുടെ ക്ലാസ്സിൽ വൈ ബോയ്സ് ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം 8 ബോയ്സ് ആബ്സെൻ്റ് ആയിരുന്നു. സോ വൈ -8 ആണ് അന്നത്തെ ദിവസത്തെ ആൺകുട്ടികളുടെ എണ്ണം. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദർ ആർ സാറേ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചേഞ്ച് ആക്കാം. ഓക്കെ. ദർ ആർ 4 more girls than boys. അതായത് ആൺകുട്ടികളെക്കാൾ 4 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം എക്സ് ആണ്, ആൺകുട്ടികളുടെ എണ്ണം വൈ ആണ്. ഓക്കെ. വൈനേക്കാൾ 4 കൂടുതലാണ് എക്സ് എങ്കിൽ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 4 എന്നെഴുതാം. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ മക്കളെ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികളെക്കാൾ 4 കൂടുതലാണ് പെൺകുട്ടികൾ. സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടൂടാ. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക. വെൻ 8 ബോയ്സ് വേർ ആബ്സെൻറ്റ്. വെൻ 8 ബോയ്സ് വേർ ആബ്സെൻറ്റ്. അന്നത്തെ ദിവസം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ഗേൾസിൻ്റെ എണ്ണം അന്നത്തെ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ്. ഓക്കെ, നമുക്ക് എഴുതാം. ശ്രദ്ധിച്ച് കേൾക്കണേ സ്റ്റെപ്പ്. അന്നത്തെ നമ്പർ ഓഫ് ഗേൾസ്, അന്നത്തെ ദിവസത്തെ കേട്ടോ, നമ്പർ ഓഫ് ഗേൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോയ്സിൻ്റെ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2. ഓക്കെ അല്ലേ മക്കളെ? ഇനി ശ്രദ്ധിക്കുക, അന്നത്തെ നമ്പർ ഓഫ് ഗേൾസ് പെൺകുട്ടികളുടെ എണ്ണം എക്സ് ആണ്, അതിന് യാതൊരു മാറ്റമില്ല. ഈക്വൽ ടു 2 ഇൻറ്റു അന്നത്തെ ബോയ്സിൻ്റെ എണ്ണം വൈ -8 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 2 ഇൻറ്റു വൈ 2y എന്ന് കിട്ടും. 2 ഇൻറ്റു -8 -16 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2y ഇങ്ങോട്ട് എടുത്താൽ എക്സ് പ്ലസ് 2y ഇങ്ങോട്ട് വരുമ്പോൾ -2y ആയിട്ട് മാറും. ഈക്വൽ ടു -16 അവിടെ തന്നെ എഴുതാം. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആദ്യം എടുത്ത് എഴുതാണ്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ തൊട്ട് താഴെ എടുത്ത് എഴുതാണ്. എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു -16, ഇക്വേഷൻ നമ്പർ 2. നമുക്ക് സോൾവ് ചെയ്തുകൂടെ മക്കളെ? കാരണം എക്സ് സെയിം അല്ലേ, വേരിയബിൾ സെയിം ആണ്. എക്സിൻ്റെ ചിഹ്നം പോസിറ്റീവ്, എക്സിൻ്റെ ചിഹ്നം പോസിറ്റീവ്. അപ്പോൾ നമുക്ക് 1-ൽ നിന്ന് 2 എന്ത് ചെയ്യാം? കുറയ്ക്കാം. സോ 1 - 2 ചെയ്യാണ് മക്കളെ. എഴുതാ ഇക്വേഷൻ 1 - 2 ഇംപ്ലൈസ് എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ 0. ശ്രദ്ധിക്കാട്ടാ. ഇനി മൈനസ് വൈയിൽ നിന്ന് ശ്രദ്ധിക്കണേ, മൈനസ് വൈയിൽ നിന്ന് കുറയ്ക്കല്ലേ ചെയ്യുന്നേ, മൈനസ് ചെയ്യണം. -2y ഇസ് ഈക്വൽ ടു, ഇവിടെ -y മൈനസ് പ്ലസ് ആണ്, +2y ഇസ് ഈക്വൽ ടു 2y നിന്ന് 1y കുറച്ചാൽ 1y എന്ന് കിട്ടൂലേ. സോ നമുക്ക് +y ഇസ് ഈക്വൽ ടു വീണ്ടും 4 -16, 4-ൽ നിന്ന് -16 കുറയ്ക്കുമ്പോൾ മൈനസ് പ്ലസ് ആയി മാറും. 4 + 16 നമുക്ക് കിട്ടുന്ന ആൻസർ 20 ആണ്. ഇതൊക്കെ വർക്കിംഗ് കോളത്തിൽ നമുക്ക് എഴുതേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് 20 എന്ന് കിട്ടി. അതായത് y ഈക്വൽ ടു 20. y എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അവിടുത്തെ ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് കിട്ടി. y ഈക്വൽ ടു 20. ഇനി നമുക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക. പുട്ട് y ഈസ് ഈക്വൽ ടു വൈയുടെ വാല്യൂ 20 ഇൻ ഏത് ഇക്വേഷനിൽ കൊടുക്കണം മക്കളെ? തന്നെ പറ നമുക്ക്. യെസ്, ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം.
അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. അതിൽ എക്സ് അതുപോലെ തന്നെ എഴുതുക, വൈയുടെ സ്ഥാനത്ത് 20 കൊടുക്കുക, ഈക്വൽ ടു 4. എക്സ് ഇസ് ഈക്വൽ ടു 4 അതുപോലെ തന്നെ എഴുതുക, -20 ഇങ്ങോട്ട് വന്നാൽ +20 എന്നാകും. എക്സ് ഇസ് ഈക്വൽ ടു 24. സോ ഫൈനൽ ആൻസർ എടുത്ത് എഴുതുക. ആ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എക്സ് ഈക്വൽ ടു 24, ആ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം വൈ ഇസ് ഈക്വൽ ടു, ഗേൾസിൻ്റെ എണ്ണം ഈക്വൽ ടു 24, ബോയ്സിൻ്റെ എണ്ണം അതിനേക്കാൾ 4 കുറവ് 20, വൈ എടുത്തെഴുതിയാൽ പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ 5ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. മക്കളെ 6ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇത് എക്സാമിന് ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/3. If instead 1 is added to the denominator then simplified it becomes 1/4. What is the fraction? സാർ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫ്രാക്ഷൻ, നമുക്ക് ഫ്രാക്ഷൻ അറിയാത്തതുകൊണ്ട് നമുക്ക് ഫ്രാക്ഷനെ x/y എന്ന് വിളിക്കാം. ഭിന്നസംഖ്യ ഇസ് ഈക്വൽ ടു x/y. അതായത് ന്യൂമറേറ്റർ x ആണ്, ഡിനോമിനേറ്റർ y ആണ്. 2 കണ്ടീഷൻസ് ആണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. കണ്ടീഷൻ 1 ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻ 1 ഫോം ചെയ്യാം. കണ്ടീഷൻ 2 ഉപയോഗിച്ച് സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്യാം. എന്താണ് കണ്ടീഷൻ 1? ശ്രദ്ധിച്ചോ. സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its ന്യൂമറേറ്റർ. അതായത് ന്യൂമറേറ്ററിനോട് 1 കൂട്ടി സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/3 കിട്ടി. മക്കളെ നമ്മുടെ ഫ്രാക്ഷൻ എന്താണ്? x/y. ന്യൂമറേറ്റർ x ആണ്, അതിനോട് 1 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്നാ പറയുന്നത്? 1/3 കിട്ടിയെന്നാ പറയുന്നത്. മക്കളെ ഇത് ഇക്വേഷനുള്ള സ്കോപ്പ് ആയില്ലേ? ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. തമ്മിൽ ഗുണിക്കുക. 3 × x + 1 is equal to, ഇത് തമ്മിൽ ഗുണിക്കുക, y × 1. അതായത് 3 × x 3x പ്ലസ് 3 × 1 3 is equal to y × 1 y. അതായത് ഈ y ഇങ്ങോട്ട് എടുക്കുക, 3 ഇങ്ങോട്ട് എടുക്കുക. 3x പ്ലസ് y ഇങ്ങോട്ട് വന്നാൽ -y ഈക്വൽ ടു +3 അങ്ങോട്ട് പോയാൽ -3. സോ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടി. സിമിലർലി ഇതേ ഒരു പ്രൊസീജിയർ വഴി നമ്മൾ ഇക്വേഷൻ നമ്പർ 2ലേക്ക് എത്തുകയാണ്. കണ്ടീഷൻ 2 നമുക്ക് നോക്കാം. കണ്ടീഷൻ 2 നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് 1 ആഡ് ചെയ്തത് എന്തിനോടാ? ന്യൂമറേറ്ററിനോടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഡിനോമിനേറ്ററിനോടാണ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ x/y അല്ലേ ഡിനോമിനേറ്റർ. അതിനോട് 1 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്നാ പറയുന്നത്? ക്വസ്റ്റ്യനിൽ 1/4 കിട്ടിയെന്നാ പറയുന്നത്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ തന്നെ ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്ത് നോക്കുക. x × 4 4x is equal to 1 × y + 1. അപ്പോൾ y + 1 തന്നെ കിട്ടൂല മക്കളെ, y + 1 തന്നെ കിട്ടും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. 4x ഈ +y ഇങ്ങോട്ട് വന്നാൽ -y is equal to 1. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോൾവ് ചെയ്യാം. സാർ ഇക്വേഷൻ നമ്പർ 2 എഴുതി, തൊട്ട് താഴെ ഇക്വേഷൻ നമ്പർ 1 എഴുതാം. 3x - y is equal to -3. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ നോക്കിയേ, വേരിയബിൾ സെയിം ആണ് y. അപ്പോൾ ഇക്വേഷനിൽ മാറ്റമൊന്നും വരുത്തണ്ട. ചിഹ്നവും സെയിം ആണ്. വൈയുടെ ചിഹ്നം മൈനസ്, വൈയുടെ ചിഹ്നം മൈനസ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കണം, മറക്കരുത്. 2ൽ നിന്ന് 1 കുറച്ചാൽ 2 - 1. 4x ന്ന് 3x കുറച്ചാൽ 1x. ഇനി ശ്രദ്ധിക്കുക, -y നിന്ന് കുറയ്ക്കണം. എന്ത്? -y കുറച്ചാൽ -y + y എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 0 ആയി പോകും. ഓക്കെ, സോ ഇവിടെ ആരാ 0 ആയി പോകുന്നത്? y ആണ് 0 ആയി പോകുന്നത്. ഈക്വൽ ടു, ഇവിടെ നോക്കുക, 1ൽ നിന്ന് കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? -3 കുറയ്ക്കണം. ഓക്കെ, ഈക്വൽ ടു 1 - +3 is equal to 4. സോ നമുക്ക് ആൻസർ കിട്ടി 4. സോ x is equal to 4 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ മക്കളെ? എക്സ് കിട്ടി. ഇനി y കണ്ടുപിടിക്കണം. അറിയാവുന്ന സ്റ്റെപ്പ് തന്നെ. പുട്ട് x is equal to 4 in ഏത് ഇക്വേഷനിൽ കൊടുക്കണം മക്കളെ? നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 എടുത്ത് എഴുതുകയാണ്. 4x - y is equal to 1. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. 4 × 4 -y അതുപോലെ തന്നെ എഴുതാം. ഈക്വൽ ടു 1ഉം അതുപോലെ തന്നെ എഴുതാം. 4 × 4 16 - y is equal to 1. ഇനി ശ്രദ്ധിക്കുക, -y അങ്ങോട്ട് പോയാൽ +y, 16 അവിടെ തന്നെ നിർത്തുക. 1 ഇങ്ങോട്ട് വന്നാൽ -1. സോ y is equal to നമുക്ക് എന്താ കിട്ടിയത്?
15. മക്കളെ കഴിഞ്ഞു പരിപാടി. നമ്മുടെ ഫ്രാക്ഷൻ ഒന്നുകൂടി എടുത്ത് എഴുതാണ്. ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 4 ബൈ വൈയുടെ സ്ഥാനത്ത് 15 കഴിഞ്ഞു. 4/15 ആണ് നമ്മളുടെ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഓൺ ദ സ്ക്രീൻ. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. 7ാമത്തെ ചോദ്യം. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes. 2 സ്കീമുകളിലായിട്ട് ഒരാൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു വിത്ത് ഇൻട്രസ്റ്റ്. സ്കീം 1ലെ ഇൻട്രസ്റ്റ് 7%, സ്കീം 2ലെ ഇൻട്രസ്റ്റ് 6% ആണ്, പലിശ കേട്ടോ. ആഫ്റ്റർ 1 year, ഒരു വർഷത്തിന് ശേഷം ദേ ഗോട്ട് 6,750 rupees ആസ് ഇൻട്രസ്റ്റ്. പലിശയായിട്ട് ഒരു വർഷം കഴിഞ്ഞ് കിട്ടിയത് 6,750 രൂപയാണ്. ഫ്രം ബോത്ത് ടുഗദർ, 2 സ്കീമിൽ നിന്നും കിട്ടിയ ആകെ പലിശ 6,750 രൂപ. ഹൗ മച്ച് ഡിഡ് ദേ ഇൻവെസ്റ്റ് ഇൻ ഈച്ച് സ്കീം? ഓരോ സ്കീമിലും എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആൻസേഴ്സിലേക്ക് കിടക്കാം മക്കളെ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 1 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സ്കീമുകളിലായിട്ടാണ് നിക്ഷേപിക്കുന്നത്. സോ ഞാൻ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം എഴുതട്ടെ. ടോട്ടൽ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഈക്വൽ ടു 1 lakh rupees. ഇനി എമൗണ്ട് ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ എമൗണ്ട് ഇൻ സ്കീം 1. സ്കീം 1ൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. സ്കീം 1ൽ നിക്ഷേപിച്ച തുക. ഇനി എമൗണ്ട് ഇൻ സ്കീം 2, എമൗണ്ട് ഇൻ സ്കീം 2, രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക ഇസ് ഈക്വൽ ടു ഞാൻ വൈ എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ് രൂപയാണ് ഒന്നാമത്തെ സ്കീമിൽ നിക്ഷേപിച്ചത്, രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ചത് വൈ രൂപയാണ്. രണ്ടും ടോട്ടൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 ലക്ഷം കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 lakh, 1 ലക്ഷം. ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടി. ഇനി ഇൻട്രസ്റ്റ്, പലിശയുടെ കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. രണ്ടാമത്തെ ഇക്വേഷനിലേക്കുള്ള ഹിന്റ് ആണ് ഈ പലിശ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് സാർ എഴുതുകയാണ്. ടോട്ടൽ ഇൻട്രസ്റ്റ്, ആകെ പലിശ ഇസ് ഈക്വൽ ടു 6,750. അപ്പോൾ 2 സ്കീമുകളിലെ മൊത്തം പലിശയാണ് 6,750. അപ്പോൾ നമുക്കിതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ആക്കാം. ഇൻട്രസ്റ്റ് ഫ്രം സ്കീം 1 പ്ലസ് ഇൻട്രസ്റ്റ് ഫ്രം സ്കീം 2 is equal to 6,750. 2 സ്കീമിൽ നിന്നും കിട്ടിയ ഇൻട്രസ്റ്റുകളുടെ തുകയാണ് 6,750. ഇനി മക്കൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ, ഇൻട്രസ്റ്റ് പലിശ എത്ര കിട്ടിയെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഞാൻ സ്കീം 1ൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് എഴുതാൻ പോകുന്നത് കേട്ടോ. സ്കീം 1ൽ നിക്ഷേപിച്ചത് എക്സ് ആണ്. സ്കീം 1ലെ പലിശ നിരക്ക് എത്രയാ? 7 ആണ്. 7/100. ഇതാണ് സ്കീം 1ൽ കിട്ടിയ ഇൻട്രസ്റ്റ്. പ്ലസ് ഇനി സ്കീം 2ൽ കിട്ടിയ ഇൻട്രസ്റ്റ് കാണാൻ, സ്കീം 2ൽ നിക്ഷേപിച്ചത് വൈ എമൗണ്ട് ആണ്. അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണ് ബൈ 100. ഇതാണ് മക്കളെ രണ്ടാമത്തെ സ്കീമിൽ കിട്ടിയ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 6,750. ഇനി എക്സ് ഇൻറ്റു 7 എക്സ് ആണ് ബൈ 100 പ്ലസ് y into 6y by 100 is equal to നമുക്ക് എന്ത് പറയാം? 6,750. ഇനി ശ്രദ്ധിക്കുക, 7x പ്ലസ് 6y ബൈ, മക്കളെ ഡിനോമിനേറ്റർ 100 അല്ലേ, ബൈ 100 is equal to 6,750 എന്ന് കൊടുക്കാം. ഇനി മക്കളൊന്ന് ശ്രദ്ധിച്ചേ, കഴിഞ്ഞു. 7x പ്ലസ് 6y is equal to 6,750 ബൈ 100 ഇങ്ങോട്ട് വന്നാൽ ഇൻറ്റു 100. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് ഗൈസ്? 7x പ്ലസ് 6y is equal to 6,75,000 എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ മക്കളെ, ഇക്വേഷൻ നമ്പർ 1 കിട്ടി, 2 കിട്ടി. ഇക്വേഷൻ നമ്പർ 1 ഒരു പ്രത്യേകത ഉണ്ട്, നോക്കി. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 ലക്ഷം. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. പക്ഷേ ഇവിടെ വേരിയബിൾ സെയിം അല്ലല്ലോ. ഇവിടെ 7x, ഇവിടെ x സെയിം അല്ല, 6y സെയിം അല്ല. അപ്പോൾ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഈ ടൈപ്പ് ആദ്യത്തെ കണക്കാണ് നമ്മൾ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 1നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 into 7 implies, ശ്രദ്ധിക്കുക കേട്ടോ, 7 into x 7x പ്ലസ് 7 into y 7y is equal to 7 into 1 lakh 7 lakh എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 3.
ക്ലിയർ ആണ് മക്കളെ? ഇതിന് തൊട്ട് താഴെ ഞാൻ ഇക്വേഷൻ 2 എടുത്ത് എഴുതട്ടെ. 7x + 6y = 6,70,75,000. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 അല്ല 2. ഓക്കെ, ഇനി നമുക്കൊന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഈസിയാണ്. ഇത് രണ്ടും തമ്മിൽ കുറയ്ക്കാം അല്ലേ? 3 ന്ന് 2 മൈനസ് ചെയ്യാം. 3 - 2 ഇംപ്ലൈസ് 7x - 7x 0 പ്ലസ് 7y ന്ന് 6y കുറച്ചാൽ 1y = 7 ലാഖിൽ നിന്ന് 6,75,000 മൈനസ് ചെയ്താൽ 25,000 എന്ന് കിട്ടും. ഗൈസ്, ഇതാണ് വൈയുടെ വാല്യൂ വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇത് ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. പുട്ട് y = 25,000 ഇൻ ഏത് ഇക്വേഷൻ കൊടുക്കണം മക്കളെ? ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കാം നമുക്ക് കേട്ടോ. ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു x + y = 1 lakh. ഓക്കെ, അതിൽ വൈയുടെ വാല്യൂ 25,000. അപ്പോൾ എക്സ് അതുപോലെ തന്നെ എഴുതാം. വൈയുടെ വാല്യൂ 25,000 ആണ്, ഈക്വൽ ടു 1 lakh ആണെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. എക്സ് = 1 lakh അതുപോലെ തന്നെ എഴുതാം, യാതൊരു മാറ്റവും മൈനസ് പ്ലസ് 25,000 അങ്ങോട്ട് പോയപ്പോൾ -25,000 ആയിട്ട് മാറി. സോ ആൻസർ എന്താ വരിക? എക്സ് = 75,000. 75,000. ഓക്കെ അല്ലേ മക്കളെ? സോ സ്കീം 1 നിക്ഷേപിച്ച തുക എക്സ് എത്ര കിട്ടി നമുക്ക്? 75,000. ആൻഡ് സ്കീമിൽ 2 നിക്ഷേപിച്ച തുക y = 25,000. ദാറ്റ്സ് ദ ആൻസർ മക്കളെ. അടിപൊളിയായിട്ട് പഠിച്ച് എഴുതാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഓൺ സ്ക്രീൻ സാർ. മക്കളെ, നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. എൻ ഒബ്ജക്ട് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u m/s ആൻഡ് ട്രാവൽസ് along a straight line. If speed increases at the rate of a meter per second every second, the speed at time t seconds is u + at. Okay, the speed at 1 second is 5 meter per second and at 5 seconds 13 meter per second. What is the rate at which speed is increasing? What was the starting speed എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിൽ കുറച്ച് ടേംസ്, ഫിസിക്സിൻ്റെ കുറച്ച് ടേംസ് നമുക്ക് ഇവിടെ ആവശ്യമാണ്. ഓക്കെ സാർ, ആൻസറിലേക്ക് കിടക്കാണ്, ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഓക്കെ, സാർ ആദ്യം ഇരുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഇനീഷ്യൽ സ്പീഡിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് u എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് കേട്ടോ. ഇനീഷ്യൽ സ്പീഡ് = u. ഇനി ഫൈനൽ സ്പീഡിനെ നമ്മൾ v എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഫൈനൽ സ്പീഡ് = v. ഇനി ആക്സിലറേഷൻ = a എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ടൈം = സ്മോൾ ലെറ്റർ t. ഇത്രയും ടേംസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനീഷ്യൽ സ്പീഡ്, ഫൈനൽ സ്പീഡ്, ആക്സിലറേഷൻ ആൻഡ് ടൈം. ഇനി മക്കൾ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. ഓക്കെ, ഈ ഫൈനൽ സ്പീഡ് v = u + at. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇക്വേഷൻ. v = u + at. ഫിസിക്സിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് v = u + at, ഒന്നാം ചലന സമവാക്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ടേംസും എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇനി മക്കളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി ഓരോ ഇക്വേഷൻസ് ആയിട്ട് എങ്ങനെ ഫോം ചെയ്യാം എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടൈം = 1 സെക്കൻഡ് ആകുമ്പോൾ, t 1 സെക്കൻഡ് ആകുമ്പോൾ v = 5 meter per second എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിയും ടിയും നമ്മളിത് ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. ഒന്ന് തിരിച്ചെഴുതാണ് സാർ. u + at = v. ഇതൊന്ന് തിരിച്ചെഴുതി. ഇനി u + എയുടെ സ്ഥാനത്ത് എ തന്നെ കൊടുക്കാം. ടിയുടെ സ്ഥാനത്ത് t = 1 ആണ്, = വിയുടെ സ്ഥാനത്ത് എത്രയാ? 5 ആണ് പറയുന്നത്, 5 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? സോ u + a × 1 a ആണ് = 5 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് പോവാണ്. ഇതാണ് കണ്ടീഷൻ നമ്പർ 1. t = 1 സെക്കൻഡ്. ഇനി t = 5 സെക്കൻഡ്സ്, 5 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി = 13 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതായത് u + at = v ആണ്. u + at = v ആണ്. ശ്രദ്ധിക്കുക. ഇനി u + a × ടിയുടെ സ്ഥാനത്ത് 5 കൊടുക്കുക, = വിയുടെ സ്ഥാനത്ത് 13. ഓക്കെ അല്ലേ? u + a × 5, 5a = 13. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ
2. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്ത് യുവും എയും കണ്ടുപിടിക്കുക. നമ്മൾ സാധാരണ എക്സും വൈയും കണ്ടുപിടിക്കുന്നത്, ഇവിടെ യുവും എയും കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി, അതിന് താഴെ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതാണ്. യു പ്ലസ് എ, വെറും എ ഇസ് ഈക്വൽ ടു 5, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യാം, കുറയ്ക്കാം നമുക്ക്. യു മൈനസ് യു 0 പ്ലസ് 5a നിന്ന് എ കുറച്ചാൽ 4a ഇസ് ഈക്വൽ ടു 13 മൈനസ് 5, അത് എത്രയാണ്? യെസ്, 8 ആണ്. സോ 4a ഇസ് ഈക്വൽ ടു 8, ദെൻ a ഇസ് ഈക്വൽ ടു 8/4, ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും. എയുടെ വാല്യൂ 2 കിട്ടി കേട്ടോ. ഓക്കെ, അതുപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? യുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, പുട്ട് a ഇസ് ഈക്വൽ ടു 2 ഇൻ ഏത് ഇക്വേഷൻ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ കൊടുക്കാം കേട്ടോ. ഇൻ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതുകയാണ്. യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5. യു പ്ലസ് എയുടെ സ്ഥാനത്ത് 2 കൊടുക്കുക, ഈക്വൽ ടു 5. യു ഇസ് ഈക്വൽ ടു 5 പ്ലസ് 2 ഇങ്ങോട്ട് വന്നാൽ -2. സോ യു ഇസ് ഈക്വൽ ടു 3. ഓക്കെ, സോ ഇനീഷ്യൽ സ്പീഡ് നമ്മളോട് ചോദിച്ചത് ഇനീഷ്യൽ സ്പീഡ് കണ്ടുപിടിക്കാനാണ്. ഇനീഷ്യൽ സ്പീഡ് അല്ലെങ്കിൽ യു ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. യെസ്, ഇനി ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? സ്പീഡ് കൂടുന്ന റേറ്റ്, വേഗത കൂടുന്ന നിരക്ക് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. യെസ് മക്കളെ, ഇത്രയുമാണ് നമ്മളുടെ ആദ്യത്തെ എക്സസൈസിലെ ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത എക്സസൈസിലെ ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, യെസ്.